കെല്ലി ഒരു ദിവസത്തിൽ ഒരു പാസഞ്ചറിനെ മാത്രമാണ് പിക്ക് ചെയ്യുന്നത്. പക്ഷെ അവൾക്ക് അതിന് മില്യൺ കണക്കിന് കാശ് കിട്ടുന്നു. കാരണം അവൾ പിക്ക് ചെയ്യുന്നവരെല്ലാം ഹൈലി വാണ്ടഡ് ക്രിമിനൽസ് ആണ്. അപ്പോൾ ഒരു ദിവസം ഒരു പാസഞ്ചർ അവളുടെ വണ്ടിയിൽ കയറിയതും ഷോക്കാവുന്നു. കാരണം അയാൾ രക്ഷപ്പെടുന്നതിനായി മില്യൺ കണക്കിന് കാശ് കൊടുത്ത് അറേഞ്ച് ചെയ്ത റൈഡ് ഒരു കൊച്ചു പെൺകുട്ടിയാണ് ചെയ്യാൻ പോകുന്നത്. അത് കണ്ട് ദേഷ്യം വന്നയാൾ തന്റെ അസിസ്റ്റന്റിനെ അടിക്കാൻ തുടങ്ങുന്നു. പക്ഷെ പെട്ടെന്ന് അയാളുടെ എനിമീസ് അവിടേക്ക് വരുന്നു. വേറെ വഴിയില്ലാത്തത് കൊണ്ട് അയാൾ കെല്ലിയുടെ കാറിനകത്ത് തന്നെ കയറുന്നു. അതേസമയം കെല്ലി എനിമീസിനെ കണ്ട് വേഗം അയാളോട് സീറ്റ് ബെൽറ്റ് ഇടാൻ പറയുന്നു. പക്ഷെ അയാൾ അവളെ കളിയാക്കിക്കൊണ്ട് തന്റെ ഇടുപ്പിൽ കിടക്കുന്ന ബെൽറ്റ് കാണിക്കുന്നു. അടുത്ത നിമിഷം തന്നെ കെല്ലി ഒരു ഡ്രിഫ്റ്റ് അടിച്ചതും അപ്പോഴാണ് അയാൾക്ക് അവൾ ആരാണെന്ന് മനസ്സിലാവുന്നത്. കുറച്ചു സമയത്തിൽ തന്നെ ആ ക്രിമിനലിന്റെ എനിമീസ് കാറിനെ ചുറ്റി വളഞ്ഞ് കെല്ലിയോട് കാർ സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നു. പക്ഷെ കെല്ലി കാഷ്വലായി വണ്ടി ഓടിച്ചുകൊണ്ട് തന്റെ ഡ്രിങ്ക്സ് കുടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവൾ പെട്ടെന്നൊരു ഹാർഡായ ടേണിംഗ് ചെയ്ത് ചെറിയൊരു വഴിയിലൂടെ പോയതും എനിമീസിൽ പകുതി പേർക്കും അവളെ മിസ്സാവുന്നു. എന്നാലും ഒരു എനിമി കാർ ഷോർട്ട് കട്ടിൽ വന്ന് അവളെ ബ്ലോക്ക് ചെയ്യുന്നു. ഉടനെ ഒരു ഡ്രിഫ്റ്റ് അടിച്ച കെല്ലി തന്റെ കാറിന് ചെറിയൊരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെടുന്നു. അതിനുശേഷം അവൾ അതിലും ചെറിയൊരു വഴിയിൽ കൂടി പോയതും എനിമീസ് അവളെ കംപ്ലീറ്റ് ആയി മിസ്സാക്കുന്നു. അതുകൊണ്ട് കെല്ലി എഞ്ചിൻ ഓഫ് ചെയ്ത് സൈലന്റ് ആയി റിവേഴ്സിൽ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ പെട്ടെന്നൊരു എനിമി കാർ അവരെ കാണുന്നു. അടുത്ത നിമിഷം തന്നെ എഞ്ചിൻ ഓൺ ചെയ്ത കെല്ലി മറ്റൊരു ഡയറക്ഷനിലേക്ക് വേഗത്തിൽ പോകാൻ തുടങ്ങുന്നു. അതേസമയം ഓപ്പോസിറ്റിൽ നിന്ന് മറ്റൊരു എനിമി കാർ വന്നതും കെല്ലി വളരെയധികം ഈസിയായി അത് മിസ് ചെയ്യുന്നു. അതിനുശേഷം അവളുടെ പുറകെ വന്ന മറ്റൊരു കാറിനെ അവിടെ ഉണ്ടായിരുന്ന കൺസ്ട്രക്ഷൻ സൈറ്റിൽ കൊടുക്കുന്നു. അവർ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കുമ്പോൾ ഓപ്പോസിറ്റിൽ നിന്ന് വീണ്ടും മറ്റൊരു കാർ വരുന്നു. അതുകൊണ്ട് കെല്ലി എപ്പോഴത്തെയും പോലൊരു ടേൺ എടുത്ത് അതിനെയും ട്രാപ്പിൽ കൊടുക്കുന്നു. എന്നാലും ഒരേ ഒരു കാർ മാത്രം അവരെ നിർത്താതെ ഫോളോ ചെയ്യുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന റെയിൽവേ ഗേറ്റ് ക്ലോസ് ആവുന്നത് നോട്ട് ചെയ്ത കെല്ലി അത് ക്രോസ് ചെയ്ത് രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് ആക്സിലേറ്റർ ചവിട്ടുന്നു. പക്ഷെ അവൾക്ക് അത് ക്രോസ് ചെയ്യാൻ കഴിയുന്നില്ല. അതേസമയം എനിമീസ് അടുത്തെത്തിയതും പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത കെല്ലി ട്രെയിനിന്റെ സൈഡിലൂടെ തന്നെ പോകുന്നു. അത് കണ്ട് എനിമീസ് മാത്രമല്ല ആ ക്രിമിനലും അവൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാതെ അന്തം വിട്ട് നോക്കിയിരിക്കുന്നു. അപ്പോൾ ട്രെയിനിനെ ഓവർടേക്ക് ചെയ്ത് വന്ന കെല്ലി അടുത്ത സിഗ്നൽ എത്തിയതും പെട്ടെന്നൊരു ഡ്രിഫ്റ്റ് അടിക്കുന്നു. നോക്കുമ്പോൾ ജസ്റ്റ് മിസ്സിൽ അവരുടെ കാർ ട്രെയിനിലിടിക്കാതെ മിസ്സായി ആ ഗേറ്റിന്റെ മറുവശത്തെത്തുന്നു. അങ്ങനെ അവസാനം കെല്ലി എപ്പോഴത്തെയും പോലെ തന്റെ പാസഞ്ചറിനെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു.